കൊടകരയിൽ കെട്ടിടം തകർന്ന് അതിഥി തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ജില്ലാ കളക്ടർ. അന്വേഷണത്തിന് പോലീസ്, കൊടകര പഞ്ചായത്ത്, തൊഴിൽ വകുപ്പ് എന്നിവരെ നിയോഗിച്ചു. മറ്റ് ബിൽഡിംഗുകളും സുരക്ഷിതമല്ലാത്ത ലേബർ ക്യാമ്പുകളും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുമെന്നും കളക്ടർ അറിയിച്ചു. കെട്ടിടം തകർന്ന് മരിച്ച അതിഥി തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ നാളെ നാട്ടിലെത്തിക്കും. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുകയാണ്. ലെവിൻ, എന്തായാലും മന്ത്രി പോലും പറയുന്നത് ഇതൊരു മുന്നറിയിപ്പാണ്, പഴയ കെട്ടിടങ്ങളൊക്കെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് ഇത്. രുചീഷ്, അത്തരത്തിൽ തന്നെ വലിയ അപകട ഭീഷണി ഉയർത്തുന്ന ധാരാളം കെട്ടിടങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. വിവിധ ജില്ലകളിലായും പ്രദേശങ്ങളിലായും ഒക്കെ അപകട ഭീഷണി ഉയർത്തി ഇത്തരം കെട്ടിടങ്ങൾ നിലനിൽക്കുന്നു. അതിനൊരു ഉദാഹരണമായി ഇന്ന് 3 പേരുടെ ജീവൻ പൊലിഞ്ഞ സംഭവം കൊടകരയിലുണ്ടായി. പശ്ചിമ ബംഗാൾ സ്വദേശികളായിട്ടുള്ള റെയ്ബുൾ ഇസ്ലാം, റെയ്ബുൾ മനാൻ, അബ്ദുൾ ആലി തുടങ്ങിയ 3 അതിഥി തൊഴിലാളികളാണ് അപകടത്തിൽ മരിച്ചത്. ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ കെട്ടിടങ്ങളുടെ സുരക്ഷിതത്വം സംബന്ധിച്ചുകൊണ്ടും ഇപ്പോൾ ജില്ലാ കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. പ്രത്യേകമായി ഈ വിഷയം അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കൊടകര പഞ്ചായത്ത്, ചാലക്കുടി പോലീസ്, അതോടൊപ്പം തന്നെ തൊഴിൽ വകുപ്പ് എന്നിവർക്കാണ് അന്വേഷണത്തിനായി നിയോഗിച്ചിരിക്കുന്നത്. ഈ അന്വേഷണം ഏകോപിപ്പിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ കെട്ടിടം തകരാനും അത് അപകടമുണ്ടാകാനും ഇടയുണ്ടായ സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. നാട്ടുകാരും ജനപ്രതിനിധികളും അടക്കം ഈ സംഭവത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കെതിരെ, കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നുള്ളൊരു ആവശ്യവും ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ജില്ലാ കളക്ടർ സംഭവത്തിൽ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 3 അതിഥി തൊഴിലാളികളുടെയും മൃതദേഹങ്ങൾ നാളെ വിമാനമാർഗം നാട്ടിലേക്ക് എത്തിക്കാനുള്ള തീരുമാനവും ജില്ലാ ഭരണകൂടം എടുത്തിട്ടുണ്ട്. ഇതിനായി അസിസ്റ്റന്റ് കളക്ടറെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വിമാനമാർഗം നാളെ പശ്ചിമ ബംഗാളിന്റെ മാൾഡ ജില്ലയിലാണ് ഇവരുടെ സ്വദേശം. അവിടേക്ക് മൃതദേഹം എത്തിക്കും. അതോടൊപ്പം തന്നെ ഇവരുടെ ബന്ധുവായിട്ടുള്ള ഈ തൊഴിലാളികൾക്കൊപ്പം താമസിച്ചിരുന്ന ഒരാളെയും സുഹൃത്തുക്കളെയും ഈ മൃതദേഹത്തിനൊപ്പം പോകാനുള്ള യാത്രാ സൗകര്യങ്ങൾ അടക്കമുള്ള ക്രമീകരണങ്ങളും ജില്ലാ ഭരണകൂടം പ്രത്യേകമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ളതാണ് പ്രധാനമായും കളക്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും അത്യന്തം ദാരുണമായ ഒരു സംഭവമായിരുന്നു 3 അതിഥി തൊഴിലാളികളുടെ മരണം. ഈ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിപ്പോയ മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനടക്കമുള്ള നിർദ്ദേശങ്ങളും കളക്ടർ നൽകിയിട്ടുണ്ട്. ഇന്ന് അപകട സ്ഥലത്തും ആശുപത്രിയിലും എത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് കളക്ടർ നേതൃത്വം നൽകിയിരുന്നു. അതിന് പിന്നാലെ തന്നെ ന്യൂസ് മലയാളത്തോട് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തുമെന്നും ആ അന്വേഷണത്തിനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. രുചീഷ്. ശരി.